ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് ത്രില്ലർ മൂവി ആയിട്ടുള്ള കൺഫെഷൻ എന്ന് പറഞ്ഞൊരു മൂവി. വെറുതെ പറയല്ല, ഒരു ഒന്നൊന്നര ട്വിസ്റ്റുള്ള മൂവിയാണ്. അത് അവസാനമല്ല, നമ്മൾ അത്ര എൻഗേജിങ് ആയിട്ടിരിക്കും അതുപോലുള്ളൊരു മൂവി. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഈ ഒരു മൂവി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതല്ലാതെ വേറെ ഒന്നും ഞാൻ ഈ ഒരു മൂവിയെ പറ്റി പറയുന്നില്ല. പിന്നെ ഒരുപാട് വലിയൊരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഹൊറർ ത്രില്ലർ, മിസ്റ്ററി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് സാധാരണ മൂവീസൊക്കെ ഇടാൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള മൂവീസ് എല്ലാം ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിലാണ് ഇട്ടേക്കുന്നത്. അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. മറക്കാതെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സിനിമകൾ അവിടെയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥയുടെ തുടക്കത്തിലെ ഒരു സ്കൂളിലെ ക്ലാസ് മുറിയാണ് കാണിക്കുന്നത്. അതിനകത്താണെങ്കിൽ ഒരുപാട് കുട്ടികളിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും ഒരു പാൽ പാക്കറ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് എടുത്ത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ഒരു സ്റ്റുഡൻസ് ആണെങ്കിൽ നല്ലതുപോലെ ബഹളം വെക്കുന്നു. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോഴേക്കാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള യോക്കോ, അവളിപ്പോൾ ഇവരുടെ ആ ഒരു ക്ലാസ് ടീച്ചറാണ്. അപ്പോൾ ഹീറോയിൻ ഇവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവർ കേൾക്കാത്തത് കൊണ്ട് തന്നെ അവരോട് എന്തെങ്കിലും ഒരു കഥ പറയാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കഥ പറയാൻ നിൽക്കുമ്പോൾ അപ്പോഴും അവരതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ തൻ്റെ ആ ഒരു കഥ പറയാൻ തുടങ്ങാണ്. അപ്പോൾ ഈ ഒരു കഥ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ചില കുട്ടികൾ അത് കേൾക്കുന്നുണ്ട്, ബാക്കിയുള്ളവരത് കേൾക്കാതിരിക്കുന്നു. ഇപ്പോൾ ഹീറോയിൻ പറയുന്ന ആ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ബുക്ക് റൈറ്ററിനെ സീരിയസ് ആയിട്ട് പ്രേമിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് HIV ഉണ്ടായിരുന്നെന്ന്. പക്ഷെ അത് എപ്പോഴല്ല എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹണിമൂണിലെല്ലാം പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുമ്പോഴത്തേക്കും ഈ ഒരു ക്ലാസ്സിലെ കുട്ടികളുണ്ടല്ലോ, അവരെല്ലാവരും പേടിക്കാൻ തുടങ്ങും. എല്ലാവരും ഒന്നും മാറിയിരിക്കുന്നു. അപ്പോഴേ ഹീറോയും പറയും, ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കാറ്റിലൂടെ ഒരിക്കലും പകരത്തില്ല, രക്തത്തിലൂടെയോ അല്ലാതെ ഈ ഒരു HIV ബാധിച്ച ആളുടെ ബ്ലഡ് നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ബാധിക്കത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, എനിക്കൊരിക്കലും HIV ഇല്ല എന്നുള്ള കാര്യം ഹീറോയും പറയും. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കുട്ടിയുണ്ടായി. അവളുടെ പേര് മിയാമി എന്നാണ്. എനിക്കൊരു കുട്ടിയുണ്ടായതിനു ശേഷം എൻ്റെ ഭർത്താവുണ്ടല്ലോ, അധികം ഞങ്ങൾ രണ്ടുപേരെ അങ്ങനെ അധികം കാണിക്കാതെ ഒരു റൂമിനകത്ത് പ്രത്യേകം. അതുപോലെ എൻ്റെ മകൾക്കാണെങ്കിൽ അവളുടെ അച്ഛനെ പറ്റി ഒരു കാര്യവും ഞാൻ അധികം അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ആ ഒരു രീതിയിലാണ് ഞാൻ അവളെ വളർത്തിയത്. അതുപോലെ അവളും ഈ ഒരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അവൾക്ക് ക്ലാസ് കഴിയുമ്പോൾ ഞാൻ അവളെ കൂട്ടി വീട്ടിലേക്ക് പോകും. അതുപോലെ ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ അവള് ഇവിടെ അടുത്തുള്ള ഒരു ഡേ കെയർ ഉണ്ട്. അവിടെയാണെങ്കിൽ ഒരു പൂളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അവിടെ എനിക്ക് വേണ്ടിയിട്ട് അവൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോകാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ഹീറോയിനും അവളുടെ മകളും ഈ സ്കൂൾ കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഷോപ്പിനകത്ത് കയറുമ്പോൾ ഹീറോയിന്റെ മകൾക്ക് എന്തോ ഒരു പാവക്കുട്ടിയുടെ പേഴ്സ് ഉണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അത് വാങ്ങി തരാനായിട്ട് പറയും. പക്ഷെ അത് ഹീറോയിൻ വാങ്ങിക്കൊടുക്കത്തില്ല. അവളെ സമാധാനിപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ആ ഒരു സമയത്താണ് ഹീറോയിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പയ്യൻ അവന്റെ അമ്മയായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരുന്നത്. ഈ ഒരു കാര്യം കാണിക്കുന്നതും ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറിയുടെ ബാക്കി ഹീറോയിൻ ഇപ്പോൾ പറയാണ്. അങ്ങനെ ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിട്ട് സാധാരണ അവളെ വിളിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ഡേ കെയറിലേക്ക് ചെന്ന് നോക്കിയിരുന്നു. പക്ഷെ ഒരിക്കലും അവളെ അവിടെ കണ്ടില്ല. അങ്ങനെ ആ ഒരു ഡേ കെയറിന്റെ എല്ലാ ഭാഗത്തും ഞാൻ അന്വേഷിക്കുമ്പോൾ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ അവൾ മരിച്ചു കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പോലീസുകാരെല്ലാം അവിടേക്ക് വന്ന് ഈ ഒരു കേസിനെ പറ്റി അന്വേഷിച്ച് അവസാനം എൻ്റെ മകള് കാൽ തെറ്റി വെള്ളത്തിലേക്ക് വീണ് മരണപ്പെട്ടു എന്നാണ് കേസ് അവസാനിച്ചത് എന്ന് പറഞ്ഞാണ് കേസ് അവസാനിച്ചത്. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ഈ ഒരു സ്റ്റോറിയായിട്ട് ഒരു ബന്ധമില്ലാത്ത മറ്റൊരു കഥ ഇങ്ങനെ പറയാണ്. വേറൊരു സ്കൂളിൽ പഠിച്ച ഒരു പെൺകുട്ടി, അവൾക്കാണെങ്കിൽ കെമിസ്ട്രിയിൽ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോഴാണെങ്കിൽ അവൾക്ക് 13 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു സമയത്ത് അവൾ അവളുടെ സ്കൂളിലെ കെമിസ്ട്രി ലാബിൽ നിന്നും ഒരു പുതിയ എലമെന്റ് കണ്ടുപിടിച്ച് അത് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവളുടെ സ്വന്തം ഫാമിലിയിലുള്ള എല്ലാവർക്കും അത് കൊടുക്കാൻ വേണ്ടി അവരുടെ ഫുഡിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിൽ ആ ഒരു പെണ്ണൊഴിച്ച് ബാക്കി എല്ലാവരും മരണപ്പെടുകയും ചെയ്തു. ഇപ്പൊ ആ ഒരു പെണ്ണ് ചെയ്ത തെറ്റിന് അവൾ 13 വയസ്സായത് കൊണ്ട് തന്നെ അവൾക്ക് ഒരിക്കലും ശിക്ഷ കൊടുത്തിരുന്നില്ല. അവളുടെ സ്കൂളിലെ കെമിസ്ട്രി ടീച്ചർ ഉണ്ടല്ലോ, അവർക്കാണ് ശിക്ഷ കൊടുത്തത്. ആ ഒരു ന്യൂസ് ഞാൻ ഫ്രണ്ട് പേജിലാണ് വായിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ ഇവരോട് പറഞ്ഞു നിർത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു സ്റ്റോറി പറഞ്ഞു കഴിയുന്നതും ഹീറോയിൻ ഇപ്പോൾ മറ്റൊരു സ്റ്റോറിയും കൂടി പറയാണ്. ഇതും ഈ ഒരു കഥയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഇപ്പൊ ആ ഒരു കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ എന്തോ ഒരു പുതിയ എക്സ്പെരിമെന്റ് കണ്ടുപിടിച്ചു. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ ആ ഒരു കാര്യം എൻ്റെ അടുത്തേക്കാണ് കൊണ്ടുവന്നത്. അവൻ കൊണ്ടുവന്നത് ഒരു പേഴ്സ്. എന്നിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് തുറക്കാനും പറഞ്ഞു. ഞാനും അത് എന്താണെന്ന് അറിയാതെ തുറക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് എനിക്ക് ഷോക്ക് അടിച്ചു. അപ്പോൾ ആ ഒരു പയ്യൻ ഹീറോയിനോട് പറഞ്ഞു എന്താണെന്നറിയോ, ഈ ഒരു പേഴ്സ് ആരെങ്കിലും മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഷോക്ക് അടിക്കും. അപ്പോൾ ആ ഒരു ഓണറിനെ അത് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് എൻ്റെ പുതിയ കണ്ടുപിടുത്തമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, ഹേയ് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, സോറി മിസ്, അതുകൊണ്ടല്ല, എൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം നമ്മുടെ സയൻസ് എക്സിബിഷൻ നടക്കുന്നുണ്ടല്ലോ, അതിലെനിക്ക് എന്തായാലും കാണിക്കണം. അതിനു വേണ്ടിയിട്ട് എനിക്ക് ടീച്ചറിന്റെ സൈൻ വേണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതിന് വോൾട്ട് ഇത്തിരി കൂടുതലാണ്, എന്താ വെച്ചാൽ പവർ ഇത്തിരി കൂടുതലാണ്. ചെറിയ രീതിയിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ അവൻ പറയും, ഇല്ല മിസ്, നിങ്ങൾ എന്തായാലും എനിക്ക് സൈൻ ചെയ്ത് തന്നാൽ മതി. എക്സിബിഷന് വെച്ചതിന് ശേഷം ആ ഒരു ജഡ്ജ് തീരുമാനിക്കട്ടെ ഇത് വേണോ വേണ്ടതെന്ന്.
അത് നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഓക്കെ, എന്തായാലും ഒരു പയ്യൻ ചോദിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സിബിഷനിൽ ഇവന്റെ ആ ഒരു കണ്ടുപിടുത്തമാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനൊരു അവാർഡും കൊടുക്കുന്നുണ്ട്. ആ ഒരു ന്യൂസ് ആണെങ്കിൽ പത്രത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ന്യൂസ് ഞാൻ പേപ്പറിന്റെ മറ്റൊരു ഭാഗത്ത് കണ്ടതായിട്ട് ഹീറോയിൻ ഇപ്പോൾ ഈ ഒരു കുട്ടികളോട് പറയാണ്. ഈ ഒരു സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ വീണ്ടും പറയും, എന്റെ മകളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് പോകരുതെന്ന്. അവൾ അതുപോലെ കേൾക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. കൂടാതെ അവൾ മരിച്ചു കിടന്ന ആ ഒരു സ്ഥലത്ത് അവള് ആ ഒരു ഷോപ്പിൽ വെച്ച് ചോദിച്ച ആ ഒരു പേഴ്സില്ലേ, ആ ഒരു പേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പേഴ്സ് എന്റെ മകൾക്ക് ഇഷ്ടമാണെന്ന് വേറെ ആർക്കും മനസ്സിലായി. അതൊരു പക്ഷേ ഷോപ്പിംഗ് മാളിൽ അന്ന് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വന്നിരുന്നല്ലോ, ഇനി അവനായിരിക്കും എന്റെ മകളെ കൊന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് അതേപോലെ ഷോക്ക് അടിച്ചു. അപ്പൊ എനിക്ക് സംശയം വന്നു, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സയൻസ് പയ്യനില്ലേ, അവനായിരിക്കും ഇനി എന്റെ മകളെ കൊന്നത്. കാരണം അവനാണ് ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത്. അങ്ങനെ ആ ഒരു സംശയത്തിൽ തന്നെ ഹീറോയിൻ ആ ഒരു പേഴ്സും കൊണ്ട് ഈ ഒരു പയ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അവൻ പറയും, ഓ അപ്പൊ നിങ്ങളത് കണ്ടുപിടിച്ചല്ലേ എന്നും പറഞ്ഞ് പെട്ടെന്ന് ആ ഒരു ജനാല വഴി താഴേക്ക് ചാടി നിൽക്കും. പക്ഷെ ചാടത്തില്ല. ഹീറോയിനെ ദേഷ്യപ്പിടിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയാ ഇങ്ങനെ കാണിക്കാണ്. എന്നിട്ട് അവൻ പറയുകയും ചെയ്യുന്നുണ്ട് ഹീറോയിന്റെ മകളെ കൊന്നത് അവനാണെന്നും അതെങ്ങനെയാണ് അവൻ കൊന്നതെന്നുള്ള എല്ലാ കാര്യവും ഹീറോയിനോട് പറയും. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, അല്ല എന്റെ മകളെ നീ എന്തിനാ കൊന്നത്, അതിനുവേണ്ടി എന്റെ മകളെ നീ എന്തിനാ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനൊരു മറുപടി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. എന്താണ് പറയുന്നതെന്നല്ലേ, ഞാനും കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച ആ ഒരു എക്സിബിഷനിൽ എന്നെ പറ്റിയുള്ള ആ ഒരു കാര്യം ന്യൂസ് പേപ്പറിൽ ഏതോ ഒരു ഭാഗത്ത് ഒരു ചെറിയ കോളത്തിൽ വന്നേക്കുന്നു. അതേസമയം ഏതോ ഒരു പെൺകുട്ടി ഒരു കെമിക്കൽ ഉപയോഗിച്ച് തന്റെ കുടുംബത്തെ കൊന്ന ആ ഒരു കാര്യം ആ ഒരു പേപ്പറിലെ ഫ്രണ്ട് പേജിൽ അതും വലിയ കോളത്തിൽ നല്ലതുപോലെ കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കണ്ടുപിടുത്തവും ഇതുപോലെ തന്നെ ഫസ്റ്റ് പേജിൽ വരണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മകളെ ഞാൻ അതുപോലെ ആ ഒരു പേഴ്സിൽ ഷോക്ക് വെച്ച് കൊന്നത് എന്നുള്ള കാര്യം അവൻ പറയുമ്പോൾ, എന്നിരുന്നാലും നമ്മുടെ ഹീറോയിന് സംശയമുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ നേരെ പോകുന്നത് ഇവർ ആ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ചൊരു പയ്യൻ കണ്ടല്ലോ, അവൻ എന്തായാലും നമുക്ക് വട്ടുപയ്യൻ എന്ന് വിളിക്കാം. കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, നീയാണോ ഇതുപോലെ എന്റെ മകൾക്ക് ആ ഒരു പേഴ്സ് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സയൻസ് പയ്യനോട് പറഞ്ഞത്? അതനുസരിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ എന്റെ മകളെ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ അതിൽ ഇങ്ങനെ പറയും. അപ്പോൾ അവിടെയാണ് ഈ ഒരു വട്ടുപയ്യനെ പറ്റിയുള്ള ആ ഒരു കാര്യം കാണിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ അവനൊരു വട്ടുപയ്യനാണെന്ന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവൻ എപ്പോഴും സ്കൂളിൽ വെച്ചിട്ട് നോട്ട് ബുക്കിലായാലും ചുമരിലായാലും മരിക്കുക എന്നുള്ള കാര്യം മാത്രം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഒരു ദിവസം സ്കൂളിനടുത്തുള്ള ഒരു വീഡിയോ സെന്റർ ഉണ്ട്. അവിടെ ഒരു ചെറിയ കുട്ടികൾക്ക് കയറാൻ പോലും കഴിയത്തില്ല. പക്ഷെ ഇവൻ അവിടെ പോയിരുന്ന് കളിച്ചിട്ട് അവിടെയുള്ളവരെല്ലാം കൂടി ചേർന്ന് ഈ ഒരു പയ്യനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിലാക്കും. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കും അവനെ വിളിക്കാൻ ചെല്ലേണ്ടത് നമ്മുടെ ഹീറോയിനാണ്. കാരണം ഹീറോയിനാണ് അവന്റെ ക്ലാസ് ടീച്ചർ. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഹീറോയിൻ ഒരിക്കലും പോകത്തില്ല. പകരം പറഞ്ഞു വിടുന്നത് മറ്റൊരു ക്ലാസ്സിലെ ഒരു ടീച്ചറിനെയാണ്. അയാളാണെങ്കിലും ഈ ഒരു വട്ടുപയ്യനെ വിളിച്ച് തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ എന്തുകൊണ്ടാണ് അവിടേക്ക് പോയതെന്ന് ചോദിച്ച് ഒരുപാട് വഴക്കെല്ലാം പറഞ്ഞ് അവനെ അടിക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദേഷ്യം ആ ഒരു വട്ടുപയ്യന് നമ്മുടെ ഹീറോയിനോടുണ്ട്. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു വട്ടുപയ്യൻ ആ ഒരു സയൻസ് പയ്യൻ്റെ അടുത്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ യൂക്കോ മിസ് എന്നെ ഇറക്കാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് വന്നില്ല, എനിക്ക് അവരോട് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് അവരുടെ മകൾക്ക് ഇതുപോലെ ഈ ഒരു പേഴ്സ് ഇഷ്ടമാണ്, നിന്റെ ആ ഒരു പരീക്ഷണം നമുക്ക് വേണമെങ്കിൽ അവളിൽ പരീക്ഷിക്കാം എന്ന് പറയുമ്പോൾ ആ ഒരു സയൻസ് പയ്യനുണ്ടല്ലോ, അവനായാലും ഇത് ശരിയായിട്ട് തോന്നിയിട്ട് ഇവർ രണ്ടുപേരും ആ ഒരു പേഴ്സിനുള്ളിൽ ഷോക്ക് വെച്ച് ഹീറോയിന്റെ മകളെ കൊണ്ട് ആ ഒരു പേഴ്സ് തുറപ്പിച്ച് അവളെ അവിടെ വെച്ച് കൊല്ലുമായിരുന്നു. അപ്പോൾ ഇതാണ് സത്യത്തിൽ അന്ന് അവിടെ നടന്നതും. ഈ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ അവസാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതേസമയം അവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. എന്താണെന്നല്ലേ, ഹീറോയിന്റെ മകൾ ഒരിക്കലും ആ ഒരു പേഴ്സിലെ ഷോക്ക് അടിച്ചല്ല മരണപ്പെട്ടത്. അവൾ അവിടെ ബോധം കെട്ട് വീഴുമായിരുന്നു. അങ്ങനെ അവൾ മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സയൻസ് പയ്യൻ ഈ ഒരു വട്ടുപയ്യനോട് പറയും, ഇനിയിപ്പോൾ നിന്റെ ആവശ്യം കഴിഞ്ഞു, നിന്നെ ഞാൻ വെറുതെ എൻ്റെ കൂടെ കൂട്ടിയതാണ്, അല്ലാതെ നിന്റെ സഹായം ഒരിക്കലും എനിക്ക് ആവശ്യമില്ല, നീ വെറും ഒരു വട്ടുപയ്യനാണ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി ആ ഒരു സയൻസ് പയ്യൻ അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു വട്ടുപയ്യനെ അതൊന്നും കേട്ടിട്ട് സഹിക്കാൻ കഴിയത്തില്ല. അവന്റെ ഈ ഒരു ന്യൂസ് എല്ലാവരോടും പറഞ്ഞ് ആ ഒരു കാര്യം ന്യൂസ് പേപ്പറിൽ വരണം, അതാണ് അവൻ ആവശ്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു പയ്യൻ ഇവനോടുള്ള ദേഷ്യത്തിൽ നിൽക്കല്ലേ. അപ്പോഴാണ് ഹീറോയിന്റെ മകൾ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മനസ്സിൽ പറയുന്നുണ്ട്, നീ എന്താണ് അവളെ കൊല്ലാനായിട്ട്, ഞാനിപ്പോൾ അവളെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജീവനുള്ള ഹീറോയിന്റെ മകളെ അങ്ങനെ പൊക്കിയെടുത്ത് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സത്യത്തിൽ ആ ഒരു പെൺകുട്ടി മരണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ സത്യത്തിൽ ഹീറോയിനോട് ആ ഒരു വട്ടുപയ്യൻ പറയുന്നത് ഇതൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ കൊന്നത്, വേറെ തെളിവൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഞാൻ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് എറിഞ്ഞത് എന്ന് മാത്രമാണ്. പക്ഷെ സത്യത്തിൽ നടന്നത് എന്താണ്, ഈ ഒരു വട്ടുപയ്യൻ ആ ഒരു പെൺകുട്ടി ജീവനോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും എടുത്ത് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് എറിഞ്ഞ് അവളെ കൊല്ലുമായിരുന്നു. ഈ കാര്യം അവൻ ഹീറോയിനോട് ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താണ് വിശ്വസിക്കുന്നത്, ആ ഒരു സയൻസ് പയ്യൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നാണ്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ആ ഒരു ക്ലാസ്സിൽ നിന്നിട്ട്
ഈ കുട്ടികളോട് എല്ലാവരോടും ഇങ്ങനെ പറയാണ്. അവിടെയാണ് മറ്റൊരു കാര്യം, ഇതെല്ലാം കേട്ടുകൊണ്ട് ആ ഒരു സയൻസ് പയ്യനും അതേപോലെ തന്നെ ആ ഒരു വട്ടുപയ്യനും ഈ ഒരു ക്ലാസ്സിൽ തന്നെയുണ്ട്. അതുമല്ല അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്തു എന്ന് ഹീറോയിൻ ഇങ്ങനെ പറയും. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഞെട്ടിക്കുന്നത്. എന്താണെന്നല്ലേ, ഹീറോയിന്റെ ഭർത്താവ് ആ ഒരു എയ്ഡ്സ് പേഷ്യൻ്റ് ഉണ്ടല്ലോ, അയാളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു രക്തം എടുത്ത് അവർക്ക് രണ്ടുപേർക്ക് കുടിക്കാൻ കൊടുത്തിരുന്ന ആ ഒരു പാലില് ഹീറോയിൻ മിക്സ് ചെയ്തിരുന്നു. അതാണ് അവർ രണ്ടുപേരും കുടിച്ചത്. ആ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ഇപ്പോൾ കാണുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിൽക്കുന്നതും ഇവർക്ക് രണ്ടുപേർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടുപേരും പേടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു സയൻസ് പയ്യനുണ്ടല്ലോ, അവനിപ്പോൾ പെട്ടെന്ന് പേടിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിലേക്ക് പോവാണ് ഛർദ്ദിക്കാൻ വേണ്ടി. ഇതുകൂടിയാവുന്നത് ഹീറോയിൻ ഇപ്പോൾ ഈ കുട്ടികളോട് പറയും, ഇതാണ് എൻ്റെ അവസാനത്തെ ക്ലാസ്, ഇനി ഞാൻ ഒരിക്കലും നിങ്ങളുടെ ക്ലാസ് ടീച്ചറായിട്ട് വരത്തില്ല. എൻ്റെ മകളെ കൊന്നവരോട് ഞാൻ പ്രതികാരം ചെയ്തിട്ടുണ്ട്, ഇതോടെ എനിക്കിനി സമാധാനത്തോടെ തന്നെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു സ്കൂളിന്റെ അവധിയെല്ലാം ആയിട്ട് സമ്മർ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് കുട്ടികളെല്ലാം നല്ലതുപോലെ തന്നെ ഹാപ്പിയായി. അത് കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് വരുന്നു. ഇത്തവണ ഇവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ളത് ഒരു പുതിയ സാറാണ്. അപ്പോൾ ആ ഒരു ടീച്ചർ എന്തായാലും നമ്മുടെ ഹീറോയിനെ പോലെയല്ല, കുറച്ചുകൂടി ഹാപ്പി ആയിട്ട് ഇവരെല്ലാവരും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഡാൻസ് കളിക്കുന്നു. അതേപോലെ തന്നെ നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരെയും നല്ല ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ടീച്ചറാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ തന്നെ ചെയ്തിട്ട് ആ ഒരു ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഒരു പയ്യനെ മാത്രം കാണാനില്ല. അത് വേറെ ആരുമല്ല, ആ ഒരു വട്ടുപയ്യനുണ്ടല്ലോ അവനാണ്. അതേപോലെ തന്നെ ആ ഒരു സയൻസ് പയ്യനാണെങ്കിലോ അവനിപ്പോൾ ക്ലാസ്സിൽ എഴുന്നിട്ട് ഒരു റിയാക്ഷനും കൊടുക്കാതെ ആ ഒരു ക്ലാസ്സിൽ അനങ്ങാതെ തന്നെ ഇരിക്കും. അങ്ങനെ ആ ഒരു സാറ് ഈ ഒരു വട്ടുപയ്യനെ വിളിക്കാൻ വേണ്ടി ഈ ക്ലാസ്സിലുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്, അവളെയും കൂട്ടി നേരെ ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ ഒരു പയ്യന്റെ അമ്മയോട് കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ, എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവനാണ് എവിടെയും പോകുന്നില്ല എന്ന് പറഞ്ഞ് റൂമും അടച്ച് വെളിയിലിറങ്ങാതെ റൂമിനകത്ത് തന്നെ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എനിക്ക് കുറച്ച് നാളെന്ന് സമയം താ, അവനെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പുതിയ ടീച്ചർ ഉണ്ടല്ലോ, ഓക്കെ അവൻ സ്കൂളിൽ വരുന്നില്ലെങ്കിലും ഈ ഒരു ബുക്ക് എടുത്ത് പഠിച്ച് അതിലെ ഹോംവർക്ക് എല്ലാം ചെയ്യാൻ പറയുന്നു പറഞ്ഞ് ബുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു വട്ടുപയ്യനെ കാണിക്കുമ്പോൾ അവൻ ഈ ഒരു വീടിനകത്ത് നമ്മുടെ ഹീറോയിൻ ഇവൻ ആ ഒരു എയ്ഡ്സ് കലർന്ന പാല് കൊടുത്തല്ലോ, അത് കുടിച്ചതിന് ശേഷം ഇവൻ എയ്ഡ്സ് ആയതുകൊണ്ട് തന്നെ ഇവൻ പഠിക്കാൻ പോകുന്ന ആ ഒരു സ്കൂളിലെ ബാക്കിയുള്ള ഒരു കുട്ടികൾക്ക് അത് ആവരുത്, തന്നിൽ നിന്ന് അത് പകരരുത്, അതേപോലെ തന്നെ തൻ്റെ അമ്മയ്ക്കും അത് വരരുത് എന്നുള്ള ആ ഒരു പേടിയിലും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ കൊന്ന കുറ്റബോധം ഉണ്ടല്ലോ, ഇത് രണ്ടും കാരണമാണ് ഇവൻ വീടിനകത്ത് പേടിച്ചിങ്ങനെ കഴിയുന്നത്. അതും കുളിക്കാതെ പല്ല് തേക്കാതെ മുടിയൊന്നും വെട്ടാതെ ആകെ വികൃതമായിട്ടുള്ളൊരു രൂപത്തില്. ഇത്രയൊക്കെ കാര്യങ്ങൾ അവൻ ചെയ്തിട്ടും അവൻ്റെ അമ്മയ്ക്ക് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ഒരിക്കലും അറിയത്തില്ല. അപ്പൊ ഈ ഒരു വട്ടുപയ്യൻ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ സ്കൂളിൽ കാണിക്കുമ്പോൾ ആ ഒരു സയൻസ് പയ്യനുണ്ടല്ലോ, അവനൊരു കൊലയാളിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഈ ഒരു പയ്യന്മാര് അവന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൂടി ചേർന്ന് ഇവനെ പല രീതിയിൽ ടോർച്ചർ ചെയ്യും, റാഗിങ് ചെയ്യും, ഇങ്ങനെ പല രീതിയിലും ഇവനെ കളിയാക്കുകയും ഓരോന്നിടത്ത് അവന്റെ ദേഹത്ത് എറിയുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവനാണെങ്കിൽ ഇതിനൊന്നും പ്രതികരിക്കാതെ അടങ്ങി ഒതുങ്ങി ഒരു മൂലയിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം ഈ ഒരു വട്ടുപയ്യനെ എങ്ങനെയും സ്കൂളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു ടീച്ചർ കുട്ടികളോട് എല്ലാവരോടും പറയുന്നുണ്ട്, ഓക്കെ അവനെ എത്രയും പെട്ടെന്ന് നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുവരണം, അതുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളൊരു കവിത തയ്യാറാക്കണം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടെങ്കിൽ അവൻ സ്കൂളിലേക്ക് വരണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ ഒരു കുട്ടികളെല്ലാവരും അതേപോലെ ഒരു കവിത എഴുതിയിട്ട് അതെല്ലാം ഒരു ബോർഡിലാക്കി മാറ്റി ആ ഒരു ബോർഡ് ഇപ്പോൾ നേരെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഈ ഒരു ടീച്ചറാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പെണ്ണിനെ കൂട്ടി ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവന് പഠിക്കാനുള്ള ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ അമ്മ അത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അവൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമായിട്ട് അവൻ്റെ ബിഹേവിയർ തന്നെ വളരെ മോശമായിട്ടാണ് മാറുന്നത്. അതുപോലെ കുളിക്കാതെ പല്ല് തേക്കാതെ ഹൈജീനിക് അല്ലാതെ ഒരു വല്ലാത്ത അവസ്ഥ. ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു പയ്യന്റെ അമ്മയ്ക്ക് വല്ലാണ്ടായിട്ട് അവൻ എത്രയും പെട്ടെന്ന് വൃത്തിയാക്കി സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ അവനെ മയക്കാനായിട്ട് കുറച്ച് മരുന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് അവൻ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും അവൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ മാറ്റി പല്ലെല്ലാം വൃത്തിയാക്കി മുടിയെല്ലാം വെട്ടി അവനെ കുളിപ്പിച്ച് ആ ഒരു ബെഡിൽ തന്നെ കിടത്തുകയും ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവൻ കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കും ഇവന്റെ രൂപം തന്നെ മാറിപ്പോയി. അപ്പൊ ഈ ഒരു കാര്യം കൂടി കാണുമ്പോഴത്തേക്കും അവൻ വീണ്ടും അലറി വിളിക്കാൻ എന്താണെന്ന് വെച്ചാൽ തൻ്റെ അമ്മ അവനെ തൊട്ടല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കും എയ്ഡ്സ് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അവൻ പേടിച്ച് കരയാൻ തുടങ്ങുന്നു. അതേസമയം ഇവിടെ സ്കൂളിൽ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു സയൻസ് പയ്യനുണ്ടല്ലോ, അവനെയാണെങ്കിൽ എല്ലാ കുട്ടികളും ഇതുപോലെ കളിയാക്കുന്നു, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവന് നല്ല വിഷമായിട്ട് ഒരു കത്ത് എഴുതി എന്നെ ഇതുപോലെയല്ല ഈ ഒരു കുട്ടികൾ ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് ആ ഒരു പുതിയ ടീച്ചറിനെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അത് വായിച്ച ആ ഒരു ടീച്ചർ ക്ലാസ്സിലുള്ള എല്ലാവരോടും പറയുന്നുണ്ട് ഒരിക്കലും അവനോട് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി കേൾക്കുമ്പോഴത്തേക്ക് ഈ ഒരു ക്ലാസ്സിലുള്ള കുട്ടികൾക്കെല്ലാം നല്ല ദേഷ്യം വരുന്നതല്ലാതെ അവനോട് ഒരു സഹതാപം തോന്നില്ല. അതുമല്ല ഇപ്പോൾ ആ ഒരു ക്ലാസ്സിലെ കുട്ടികൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ആ ഒരു വട്ടുപയ്യനെ കാണാൻ വേണ്ടി ഈ ഒരു ടീച്ചർ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പോകുമല്ലോ, ആ ഒരു പെൺകുട്ടിയായിരിക്കും ഇവരെ പറ്റി ഈ ഒരു കാര്യം ടീച്ചറിന് എഴുതി കൊടുത്തത് എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവളെ റാഗി ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവരെ ഉപദ്രവിക്കുകയും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കൂടാതെ ആ ഒരു സയൻസ് പയ്യനുണ്ടല്ലോ, അവനെയും ഈ ഒരു പെൺകുട്ടിയെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇവരെ രണ്ടുപേരെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഉമ്മയെല്ലാം കൊടുക്കുന്നുണ്ട് പരസ്പരം.
അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സ്കൂളിൽ നടക്കുമ്പോഴത്തേക്കും ഇവിടെ ആ ഒരു വട്ടുപയ്യന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവന്റെ അമ്മ ഈ ഒരു കുട്ടികളെല്ലാം കൂടി ഒരു കവിത എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് കൊടുത്തിരുന്നല്ലോ. ആ ഒരു കാര്യം ഇപ്പോഴാണ് അവർ വായിച്ചു നോക്കുന്നത്. അത് വായിച്ചു നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല കാര്യം എന്നല്ല എഴുതിയിട്ടുള്ളത്, നീ ഒരു കൊലയാളിയാണ്, നമ്മുടെ സ്കൂളിൽ പഠിക്കാനായിട്ട് നിനക്ക് ഒട്ടും യോഗ്യതയില്ല, അതിലും നല്ലത് നീ മരിച്ചു പോകുന്നതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കവിത തന്നെ എഴുതിയിട്ടുള്ളത്. ഇതുകൂടി വായിക്കുന്നതും ആ ഒരു പയ്യന്റെ അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടാവും? അങ്ങനെ ഇത് കാരണം ആ ഒരു അമ്മയാണെങ്കിലോ നല്ലതുപോലെ കരയുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു സയൻസ് പയ്യനെ കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു പയ്യൻ അവനെ കൊണ്ട് ഉമ്മ ഒപ്പിച്ചല്ലോ ഒരു പെണ്ണ്. ആ ഒരു പെണ്ണ് ഇപ്പൊ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. എന്താണെന്ന് വെച്ചാൽ നീ പേടിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ഒരിക്കലും എയ്ഡ്സ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ സംഭവിച്ചെന്നല്ലേ അതിനു വേണ്ടിയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ നമുക്ക് കാണിച്ചിരുന്നുണ്ട്. ഇതുപോലെ ഹീറോയിന്റെ മകളെ കൊന്ന ആ രണ്ടുപേർക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി അവൾ തന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആ ഒരു രക്തം ശേഖരിക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ഈ ഒരു പാലിൽ മിക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെയാണ് ആ ഒരു ഭർത്താവ് അവളോട് പറയുന്നത്, ഏയ് നീ ഇപ്പോൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്, അവരിപ്പോൾ നമ്മുടെ കുട്ടിയെ കൊന്നാലും ഈ ഒരു കാര്യം നീ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രക്തം എടുത്ത് കളയുമായിരുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ഹീറോയിൻ ഒരിക്കലും അവർ കുടിച്ച ആ ഒരു പാലിലെ രക്തം മിക്സ് ചെയ്തിട്ടില്ല. ഇതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഹീറോയിൻ അവരോട് കള്ളം പറയായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു സയൻസ് പയ്യനെ HIV നെഗറ്റീവ് എന്ന് കാണിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു സയൻസ് പയ്യനും അറിയാം, അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിനും അറിയാം. പക്ഷെ ആ ഒരു വട്ടുപയ്യനുണ്ടല്ലോ അവൻ ഒരിക്കലും ഈ ഒരു കാര്യത്തെപ്പറ്റി അറിയത്തില്ല. അവനിപ്പോഴും പേടിച്ചിരിക്കുകയാണ് അവൻ എയ്ഡ്സ് ആണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സയൻസ് പയ്യനും അതേപോലെ തന്നെ ആ ഒരു പെണ്ണുണ്ടല്ലോ ഇവർ രണ്ടുപേരും അവൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഇവരെ രണ്ടുപേരെ ചേർത്ത് വെച്ചാണ് കളിയാക്കുന്നതും റാഗിങ് ചെയ്യുന്നതും. അപ്പോൾ ഇതെല്ലാം കാരണം ആ ഒരു സയൻസ് പയ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് അവൻ്റെ കൈ ഇങ്ങനെ മുറിച്ചിട്ട് ആ ഒരു രക്തം കാണിച്ച് ഈ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളോട് പറയും, ഇനി ഞങ്ങളെ ഇതുപോലെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ദേ എനിക്ക് എയ്ഡ്സ് ഉണ്ട്, ആ ഒരു രക്തം നിങ്ങളിലേക്ക് ഞാൻ തേക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെ പേടിപ്പിക്കുമ്പോഴത്തേക്കും ഇവരെല്ലാവരും നല്ലതുപോലെ പേടിച്ചു പോയി. പക്ഷേ ഇവൻ അറിയാലോ അവൻ എയ്ഡ്സ് ഇല്ലാന്ന്. അങ്ങനെ ആ ഒരു കാര്യം വെച്ചിട്ട് ഈ ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും അവനിപ്പോൾ പേടിപ്പിക്കുന്നുണ്ട്. അതേസമയം ആ ഒരു വട്ടുപയ്യനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ദിവസം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി അവൻ്റെ കൈ മുറിച്ച് ആ ഒരു കയ്യിൽ നിന്ന് വരുന്ന രക്തമെല്ലാം അവിടെയുള്ള ഫുഡും വെജിറ്റബിളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലെല്ലാം ഇങ്ങനെ തേച്ച് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന എല്ലാവർക്കും എയ്ഡ്സ് ബാധിച്ച് മരിക്കാൻ വേണ്ടി. എന്താങ്കാരമാണ് ഈ ഒരു പയ്യൻ കാണിക്കുന്നത് നോക്കണേ. അങ്ങനെ ഈ ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു പയ്യൻ്റെ അമ്മ നേരെ ഷോപ്പിംഗ് മാളിലേക്ക് വന്നിട്ട് അവനോട് തന്നെ ചോദിക്കുന്നുണ്ട്, മോനെ നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. അതേപോലെ ആ ഒരു ഷോപ്പിംഗ് മാളിലെ ആ ഒരു ഓണർ ഉണ്ടല്ലോ അയാളുടെ കാല് പിടിച്ച് ഒരുപാട് നേരം ഇരുന്ന് കരഞ്ഞിട്ട് അവസാനം അവൻ ചെയ്ത ആ ഒരു കാര്യങ്ങളെല്ലാം അതിനോടെല്ലാം ക്ഷമ പറഞ്ഞ് അവൻ എന്തൊക്കെ കാര്യങ്ങളാണ് വൃത്തിയേടാക്കിയത് ആ ഒരു സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അതെല്ലാം വാങ്ങി ഈ ഒരു പയ്യനെ കൊണ്ട് നേരെ വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പയ്യൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു സാധനങ്ങളെടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ അവനോടൊപ്പം തന്നെ ചേർന്നിരുന്ന് അതും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരാ ഒരു ഫുഡ് എടുക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പയ്യൻ ആ ഒരു സത്യം പറയുന്നത്, അമ്മ ഒരിക്കലും നിങ്ങളത് കഴിക്കരുത്, എനിക്ക് എയ്ഡ്സ് ഉണ്ട്, ഞാൻ ആ ഒരു ടീച്ചറിൻ്റെ മകളെ കൊന്നതുകൊണ്ട് എന്നോട് പ്രതികാരം തീർക്കാൻ വേണ്ടി അവരുടെ ഭർത്താവിൻ്റെ എയ്ഡ്സ് അടങ്ങിയ ആ ഒരു രക്തം ഞാൻ കുടിക്കുന്ന ഒരു പാലിൽ മിക്സ് ചെയ്ത് എനിക്ക് തന്നു, അത് കാരണം എനിക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സത്യം അവൻ്റെ അമ്മയോട് ഇപ്പോൾ പറയുന്നതും അവൻ്റെ അമ്മയ്ക്ക് തന്നെ അത് വലിയ ഷോക്കായിപ്പോയി. അവൻ എയ്ഡ്സ് ഉണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവർക്കത് സഹിക്കാൻ കഴിയുന്നില്ല. അതുമല്ല അപ്പോഴാണ് അവൻ മറ്റൊരു സത്യം കൂടി പറയുന്നത്, സത്യത്തിൽ ആ ഒരു സയൻസ് പയ്യൻ ചെയ്ത ആ ഒരു എക്സ്പെരിമെന്റ് കാരണമല്ല ആ ഒരു പെൺകുട്ടി മരിച്ചത്, പകരം അവളെ ഞാനാണ് കൊന്നത് എന്നുള്ള ആ ഒരു സത്യവും അവൻ്റെ അമ്മയോട് പറയുന്നു. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കേൾക്കുന്നതും അവൻ്റെ അമ്മയ്ക്ക് എന്തായാലും ഈ ഒരു കാര്യം സഹിക്കാനായിട്ട് കഴിയത്തില്ല. തൻ്റെ മകൻ ഇതുപോലെ ഒരു പെൺകുട്ടിയെ കൊന്നിട്ട് ഇപ്പോൾ ആ ഒരു സമൂഹത്തിലും അവർക്ക് വെളിയിലിറങ്ങി നടക്കാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെയുള്ളൊരു മകനെ ഒരിക്കലും അവർക്ക് വളർത്താനായിട്ട് കഴിയത്തില്ല. അതിലും വലുത് ആ ഒരു പയ്യനെ കൊല്ലുന്നതാണ് എന്ന് തീരുമാനിച്ച് ഒരു കത്തിൽ എഴുതി വെച്ചിട്ട് ആ ഒരു അമ്മ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കത്തിയെടുത്ത് നേരെ ആ ഒരു പയ്യനെ കൊല്ലാൻ വേണ്ടി മുകളിലത്തെ മുറിയിലേക്ക് പോവാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ അമ്മ കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. അതേപോലെ തന്നെ രക്തം ആ ഒരു ചുമരിലെല്ലാം നല്ലതുപോലെ തെറിക്കുന്നുണ്ട്. സത്യത്തിൽ മരണപ്പെട്ടത് ആ ഒരു പയ്യൻ്റെ അമ്മയാണ്, കാരണം അവൻ അവൻ്റെ അമ്മയെ തന്നെ കൊന്നു. അങ്ങനെ ഈ ഒരു കാര്യം അടുത്തുള്ള അയൽക്കാരെല്ലാം അറിഞ്ഞിട്ട് പോലീസിനെല്ലാം വിളിച്ച് ഇപ്പം അത് കഴിഞ്ഞ് ആ ഒരു വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഇവൻ്റെ ആ ഒരു പുതിയ ടീച്ചറുണ്ടല്ലോ ആ ഒരു ടീച്ചറും അതേപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയും ഇവർ രണ്ടുപേരാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ വീട്ടിൽ അവനെ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇവർ രണ്ടുപേരും പോലീസിനോട് പറയാൻ പോകുന്നു. അതുമല്ല ഇവർ രണ്ടുപേരും നടന്ന് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് ആ ഒരു പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സയൻസ് പയ്യൻ ആ ഒരു മുറിയുടെ വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ഈ ഒരു പയ്യൻ ഇങ്ങനെ അടിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ പോലീസിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ ഒരു പെൺകുട്ടി നടന്ന കാര്യം എന്താണെന്ന് ഇങ്ങനെ പറയാണ്. സത്യത്തിൽ ആ ഒരു വട്ടുപയ്യനുണ്ടല്ലോ അവനും അതിനകത്ത് സൂയിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു പയ്യൻ മരിക്കാൻ കാരണക്കാരൻ ആരാണെന്നറിയോ, ഈ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പുതിയ ടീച്ചറിനെ ഇങ്ങനെ കൈ കാണിക്കുന്നതും ഈ ഒരു സയൻസ് പയ്യനും അതേപോലെ തന്നെ ആ ഒരു പെണ്ണും കൂടി ചേർന്ന് ആ ഒരു ടീച്ചറിനെ ഇതിൽ ഉൾപ്പെടുത്തി
അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ആ ഒരു ടീച്ചറിനെ. അപ്പോൾ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ആ ഒരു ടീച്ചറിനെ ഇതിൽ പെടുത്തിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആ ഒരു സയൻസ് പയ്യനുണ്ടല്ലോ, അവനെ പറ്റിയുള്ള സ്റ്റോറി ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാണ്. അതിൽ അവൻ്റെ അമ്മ ഒരു സയൻറ്റിസ്റ്റാണ്. അവർക്കാണെങ്കിൽ ഈ ഒരു പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ ഇപ്പോഴും ഈ ഒരു പുതിയ പുതിയ കണ്ടുപിടുത്തം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ഫാമിലിയെ നല്ലതുപോലെ നോക്കത്തില്ല. അതുപോലെ ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ദേഷ്യമെല്ലാം തീർക്കുന്നതോ ഈ ഒരു പയ്യനോടാണ്. അതുപോലെ അവരുടെ അച്ഛനാണെങ്കിൽ ഒരു സാധാരണ ആള്, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ്റെ അമ്മയാണ് അത്ര ശരിയല്ലാത്തത്. അതുപോലെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഒരു പയ്യൻ ഇതെല്ലാം അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അച്ഛനാണെങ്കിൽ അവൻ്റെ അമ്മയെ തടഞ്ഞിട്ട്, ഹേയ് മതിയാക്ക്, ഇത് നല്ല ഓവറായിട്ട് പോകുന്നുണ്ട്, വെറുതെ നമ്മുടെ മകനായിട്ട് ഉപദ്രവിക്കാതെ എന്നുള്ള രീതിയിൽ അവരെ പലതവണയും തടയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ അനുഭവിച്ചാണ് ആ ഒരു സയൻസ് പയ്യൻ വളർന്ന് ഇതുവരെ എത്തിയത്. അതുപോലെ ഒരു ദിവസം അവൻ്റെ അമ്മ അവനെ നല്ല രീതിയിൽ തന്നെ ഉപദ്രവിക്കുന്നത് കാരണം അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സയൻസ് പയ്യൻ്റെ അമ്മ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ അവൻ്റെ അച്ഛനോടൊപ്പം തന്നെ വിട്ട് കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ജോലി നോക്കി ഇങ്ങനെ പോകുന്നു. കാരണം അവരൊരു സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പോകുന്നു. ഈ ഒരു പയ്യൻ പുറകെ ചെന്ന് വിളിച്ചിട്ടും അവർ മൈൻഡ് പോലും ചെയ്യാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ഇവൻ അവൻ്റെ അമ്മ നടന്നു പോകുന്ന ആ ഒരു കാര്യം കണ്ട് കരഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ സൈഡിൽ ഒരുപാട് കുട്ടികൾ ഈ ഒരു ബബിൾസ് ഉണ്ടല്ലോ അതിങ്ങനെ വിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആ ഒരു ബബിൾ ഉണ്ടല്ലോ അത് പതിയെ അവൻ്റെ ചെവിയുടെ അടുത്തേക്ക് വന്നിങ്ങനെ പൊട്ടുമ്പോഴത്തേക്കും അവൻ്റെ അമ്മയെ അവസാനമായിട്ട് അവൻ ഓർക്കുന്ന ആ ഒരു കാര്യം ഈ ഒരു ശബ്ദത്തോടെയാണ് അവൻ മനസ്സിലാക്കുന്നത്. അതാണ് അവൻ്റെ ആ ഒരു ഓർമ്മ. അത് കഴിഞ്ഞ് അവൻ്റെ അച്ഛനാണെങ്കിലോ ഒരു പുതിയ സ്ത്രീയെ കല്യാണം കഴിച്ച് അതിൽ അവർക്കൊരു കുട്ടിയുണ്ടായി. ഇവനാണെങ്കിൽ പതിയെ പതിയെ വളരാനും തുടങ്ങി. അതുമല്ല അവൻ്റെ അമ്മയെ പോലെ തന്നെ ഒരു സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടി അവനും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങും. ഒരു ടൈം ക്ലോക്ക് എല്ലാം കണ്ടുപിടിച്ചിട്ട് അതിലെ റിവേഴ്സിൽ പോകുന്നത് പോലെ അങ്ങനെയെല്ലാം ഉണ്ടാക്കും. അതേപോലെ തന്നെ ഈ ഒരു പുതിയ പുതിയ വെപ്പൺസ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു വെബ്സൈറ്റ് അവൻ ക്രിയേറ്റ് ചെയ്ത് അതിൽ അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു വെബ്സൈറ്റിൽ ഇട്ടിട്ടും ഇവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം അത് കാരണം ഇവൻ എന്ത് ചെയ്യുന്നെന്നറിയോ, ഇവൻ കണ്ടുപിടിച്ച ഓരോ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മൃഗങ്ങളെ യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു മൃഗങ്ങളെല്ലാം കൊന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ചക്കാർ അതിലേക്ക് കയറും. അപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലാവുന്നത്, അപ്പോൾ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ മാത്രമേ എല്ലാവരും തന്നെ ശ്രദ്ധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു സൈക്കോ രീതിയിൽ തന്നെയോ മാറുന്നുണ്ട്. ഇപ്പൊ ഇവന്റെ ആ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഇവനെ എല്ലാവരും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ഇവൻ ചെയ്യും. ആ ഒരു മാനസികാവസ്ഥയിലാണ് പിന്നീട് അവൻ ജീവിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ ഇതിനിടയിൽ നമുക്ക് ചെറിയൊരു ക്ലിപ്പും കൂടി കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിൻ അവൻ ആ ഒരു ബ്ലഡ് കലക്കി ആ ഒരു പാല് കൊടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ ആ ഒരു ക്ലാസ്സിൽ നിന്നും ഛർദ്ദിക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടുമല്ലോ. അങ്ങനെ ഓടി ഇവൻ ബാത്റൂമിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന് കരയല്ല ചെയ്യുന്നത്, ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അവൻ മനസ്സിൽ ചിന്തിക്കുന്നതെന്നറിയോ, ഇപ്പൊ ഇവൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ്സിലുള്ള എല്ലാവരും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് അവൻ സന്തോഷിക്കുന്നത്. ഇപ്പൊ ഇവന്റെ ചിന്ത എങ്ങനെയാണ്, എന്ത് ചെയ്താലും എല്ലാവരും ഇവനെ ശ്രദ്ധിക്കണം, അതാണ് ഇവന് പ്രധാനമായിട്ട് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് അവൻ ചെയ്തൊരു കാര്യമായിരുന്നു ആ ഒരു ഇലക്ട്രിക് പേഴ്സ് നിർമ്മിച്ച് എല്ലാവരുടെയും മുന്നിൽ അറിയപ്പെടുക എന്നുള്ളത്. പക്ഷെ അതാണെങ്കിലും ആ ഒരു പത്രത്തിൽ ഒരു പേജിന്റെ ഒരു ചെറിയ ഭാഗത്താണ് കാണിച്ചത്. അതൊരിക്കലും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവന്റെ ന്യൂസ് ഈ ഒരു ഫ്രണ്ട് പേജിൽ വരാൻ വേണ്ടി ഹീറോയിന്റെ മകളെ കൊല്ലുന്നത്. ഇപ്പൊ ഇതുപോലെ ന്യൂസ് എല്ലാം വന്നിട്ട് ഇവൻ ഇങ്ങനെ പ്രശസ്തനാവാനായിട്ട് ആഗ്രഹിക്കുന്ന കാരണം എന്താണെന്നറിയോ, അവന്റെ അമ്മ അവനെ പറ്റിയുള്ള ഒരു പബ്ലിസിറ്റി ആ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവനെ പറ്റി നല്ലതുപോലെ മനസ്സിലാക്കി അവന് വേണ്ടി തിരിച്ചു വരണം. കാരണം അവൻ ഇതിലൂടെ ഒരുപാട് സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം കണ്ടിട്ട് അവന്റെ അമ്മ തിരിച്ചു വരാൻ കൂടി വേണ്ടിയിട്ടാണ് അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവൻ്റെ ഒരു സൈക്കോ വരെ ആയി മാറിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു പയ്യൻ ഒരു ന്യൂസ് ഇങ്ങനെ കാണുന്നത്. വേറെ ഒന്നുമില്ല, നമ്മുടെ ആ ഒരു വട്ട് പയ്യനുണ്ടല്ലോ അവൻ അവൻ്റെ അമ്മയെ കൊന്ന ആ ഒരു കാര്യം ഇപ്പോൾ ന്യൂസിൽ നല്ലതുപോലെ കാണിക്കാൻ തുടങ്ങി. അതുമല്ല ഫ്രണ്ട് പേജിലെല്ലാം ഈ ഒരു ന്യൂസിനെ പറ്റിയാണ് കാണിക്കുന്നത്. അതുപോലെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. അവൻ്റെ അമ്മ അവനെ കൊല്ലാൻ വേണ്ടി ആ ഒരു കത്തിയും കൊണ്ട് തന്നിട്ട് അവനെ ചെറിയ രീതിയിൽ മാത്രമേ കൊത്തത്തുള്ളൂ. പക്ഷെ അവനാണെങ്കിലോ ആ ഒരു കത്തി വലിച്ചൂരി അവൻ്റെ അമ്മയുടെ കഴുത്ത് മുറിച്ച് അവരെ അവിടെ വെച്ച് കൊല്ലുകയാണ്. ഈ ഒരു കാര്യത്തെ പറ്റി ഇപ്പോൾ ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സയൻസ് പയ്യൻ എന്താ ചിന്തിക്കുന്നത്, ഈ ഒരു വട്ടുകാർക്കനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ന്യൂസിൽ കാണിക്കുന്നു, ഇവൻ അത്രയും വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഇവൻ അത്രയും ദേഷ്യവും അസൂയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം ഇവൻ ചിന്തിക്കുമ്പോഴത്തേക്ക് അവനാണിപ്പോൾ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഈ ഒരു സയൻസ് പയ്യനും അതേപോലെ തന്നെ അവനെ ഇഷ്ടപ്പെടുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ക്ലാസ്സിൽ പഠിക്കുന്ന, ഇവർ രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്നിട്ട് ഇപ്പോൾ അവള് ലാപ്ടോപ്പിൽ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ആ ഒരു പയ്യൻ ഇവളോട് ചോദിക്കുന്നത്, അല്ല നിന്റെ റോൾ മോഡൽ ആരാ, നിനക്ക് ആരെപ്പോലെ ആവണമെന്ന് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണ് പറയുന്നത്, സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്റ്റോറി പറഞ്ഞല്ലോ ഹീറോയിൻ, ഇതുപോലെ 13 വയസ്സേരിയുള്ള ഒരു പെൺകുട്ടി അവളുടെ പുതിയ ആ ഒരു കെമിക്കലിന്റെ ടെസ്റ്റിന് വേണ്ടിയിട്ട് തന്റെ ഫാമിലിയെ തന്നെ കൊന്ന ആ ഒരു കാര്യം, ആ ഒരു പെൺകുട്ടിയാണ് തന്റെ റോൾ മോഡല്. അതുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് തന്നെ ഇവളുടെ കയ്യിൽ പച്ച കുത്തിയിട്ടുള്ളത് എന്നും പറഞ്ഞിട്ട് ഇവളെ കാണിക്കുന്നതും. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു പെണ്ണും ഈ ഒരു സയൻസ് പയ്യനെ പോലെ തന്നെ ഒരു സൈക്കോ പെണ്ണാണ്. ഇപ്പൊ അവൾക്ക് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഒരു കെമിക്കൽ കണ്ടുപിടിച്ചിട്ട് മറ്റുള്ളവരെ കൊന്ന് ആ ഒരു പെൺകുട്ടിയെ പോലെ ഫേമസ് ആവണം. അപ്പൊ ഈ ഒരു കാര്യമെല്ലാം ആ ഒരു സയൻസ് പയ്യനോട് പറയുമ്പോൾ അവൻ പെട്ടെന്ന്,
നീയൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ച് ഫേമസ് ആയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ച് അവൾ കണ്ടുപിടിച്ച ആ ഒരു കെമിക്കൽ തട്ടി താഴേക്കിടും. അപ്പൊ ഇത് കണ്ട ആ ഒരു പെണ്ണിന് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് ആ ഒരു സയൻസ് പയ്യനെ വഴക്ക് പറയാൻ തുടങ്ങും. നീ എന്തിനാണ് വെറുതെ എല്ലാവരെയും ഇങ്ങനെ ദേഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? വെറുതെ എല്ലാവരെയും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്റെ അമ്മ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി മറ്റുള്ളവരെ കൊന്ന് നീ എന്തിനാ ഇങ്ങനെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ഇത് അവന് ഇഷ്ടപ്പെടുത്തില്ല. ഇവനെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കുപ്പിയെടുത്ത് ആ ഒരു പെണ്ണിന്റെ പുറയിലേക്ക് ചെന്ന് അവളുടെ തലയിലേക്ക് 2-3 അടി അടിച്ചടിച്ച് ആ ഒരു പെണ്ണെ അങ്ങ് കൊല്ലുന്നു. അങ്ങനെ ആ ഒരു പെണ്ണ് മരിക്കുന്നതും ഇപ്പൊ അവളെ വെച്ചിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പെണ്ണ് ഇപ്പോൾ നമ്മുടെ ഹീറോയിനോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഇരുന്നിട്ട് ഹീറോയിനോട് സംസാരിക്കുകയാണ്. ടീച്ചർ, നിങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ആ ഒരു ഏഴ്സ് കലർന്ന രക്തം ഒരിക്കലും ആ ഒരു പാലിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല, അത് വെറുതെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതെ ശരി തന്നെയാണ്, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അത് ചെയ്യാനാണ് തീരുമാനിച്ചത്, പക്ഷേ എൻ്റെ ഭർത്താവിനെ തടഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരിക്കലും അത് ചെയ്യാഞ്ഞത്. പിന്നീട് ഞാൻ അവരെ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഈ ഒരു പെൺകുട്ടിയോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ ഒരു വട്ടുപയ്യനുണ്ടല്ലോ, അവൻ അവൻ്റെ വീട്ടിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല, അവനെ എത്രയും എടുത്ത് സ്കൂളിലേക്ക് കൊണ്ടുവരണം, അതിനുവേണ്ടി നീ എൻ്റെ സാറിനെ സഹായിച്ച് അവനെ സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു വട്ടുപയ്യനോട് വീട്ടിൽ വന്നിട്ട് ഇവർ രണ്ടുപേരും ഇതുപോലെ സംസാരിക്കുമ്പോഴത്തേക്കും അത് കാരണം അവൻ ആകെ ഭ്രാന്ത് കൂടിയിട്ട് അവസാനം അവൻ സൂയിസൈഡ് ചെയ്യണം. ആ ഒരു കാര്യം എന്തായാലും സംഭവിച്ചു, അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. അതേപോലെ ഈ ഒരു സയൻസ് പയ്യനെയും അതുപോലെ തന്നെ ഭ്രാന്തടിപ്പിച്ച് അവനെ കൊണ്ട് സൂയിസൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ ഒരു പുതിയ ടീച്ചർ ഉണ്ടല്ലോ, ആ ഒരു ടീച്ചറിന് ഈ ഒരു പയ്യനെ എഴുതി കൊടുക്കുന്ന പോലെ ആ ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെറ്റർ വായിച്ച് ആ ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള കുട്ടികളെ എല്ലാവരെയും വഴക്ക് പറയുമ്പോഴത്തേക്കും അവർക്കെല്ലാവർക്കും ദേഷ്യം വന്ന് ഈ ഒരു പയ്യനെ റാഗ് ചെയ്യാൻ തുടങ്ങും. അത് കാരണം ഇവനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിട്ട് അവന് സൂയിസൈഡ് ചെയ്യും എന്നാണ് ഹീറോയിൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചർ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഒരു പെണ്ണും പുറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയിൻ വെളിയിലേക്ക് വന്നിരുന്നു മരിച്ചുപോയ തൻ്റെ മകളെ ആലോചിച്ച് ഇങ്ങനെ കരയാണ്. കാരണം തൻ്റെ മകളെ കൊന്ന് ഒരുത്തനാണെങ്കിലും മരിച്ചു, പക്ഷേ മറ്റൊരുത്തൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, അവനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമുണ്ടല്ലോ, അതാണ് നമ്മുടെ ഹീറോയിന്. ഇപ്പൊ ഇതാണ് ആ ഒരു സയൻസ് പയ്യൻ കൊന്ന ആ ഒരു പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സയൻസ് പയ്യനെ കാണിക്കുമ്പോഴത്തേക്കാണ് അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ ഇനിയും ഫേമസ് ആവാൻ വേണ്ടി ഒരു സൈക്കോ തെറാമൻ ചെയ്യാൻ പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവന്റെ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും കൊല്ലാൻ വേണ്ടി അവൻ്റെ ഒരു ബോംബ് കണ്ടുപിടിക്കുകയാണ്. ആ ഒരു ബോംബ് കണ്ടുപിടിച്ചതല്ലാതെ അവൻ്റെ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിൽ ഇവൻ ബോംബ് ഉണ്ടാക്കിയത് എങ്ങനെയാണ്, അത് വെച്ച് അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ അവൻ കൊല്ലാൻ പോവാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർ കണ്ടാലല്ലേ ഇവൻ അത്രയും ഫേമസ് ആവത്തുള്ളൂ, അതിനു വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. അതുമല്ലാതെ ഇവൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. അവൻ്റെ അമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, അവൻ്റെ അമ്മ താമസിക്കുന്ന ആ ഒരു അഡ്രസ്സ്, അവൻ്റെ അമ്മ ഇപ്പോൾ പഠിപ്പിക്കുന്ന ആ ഒരു കോളേജ്, ഈ ഒരു കാര്യങ്ങളെല്ലാം എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഒരു ദിവസം അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ആ ഒരു കോളേജിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന ആ ഒരു റൂമും അവൻ കണ്ടുപിടിച്ച് ആ ഒരു സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും പകുതിയിൽ വെച്ചിട്ട് ഇവ ഒരു കാര്യം ആലോചിക്കുന്നു. സത്യത്തിൽ ഞാൻ എന്തിനാ എൻ്റെ അമ്മയെ കാണാൻ പോകുന്നേ, കുട്ടിക്കാലത്ത് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതല്ലേ, എന്നെ അവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ വരട്ടെ. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന ആ ഒരു കാര്യം അത് ന്യൂസിൽ വന്ന് അതറിഞ്ഞ് അവരെന്നെ കാണാൻ വരണം എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, ഇവൻ ഇപ്പോൾ അവൻ്റെ അമ്മയെ കാണാൻ പോയ ആ ഒരു കാര്യവും അവൻ ആ ഒരു ലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവൻ ആ ഒരു ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോംബ് എവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് വെച്ചാൽ ആ ഒരു സ്കൂളിലെ ഒരു ഓഡിറ്റോറിയത്തിലാണ്. അവിടെയുള്ള ആ ഒരു ബെഞ്ചിനടിയിലായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ അടുത്ത ദിവസം ആ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അവിടെ വെച്ച് എല്ലാ കുട്ടികളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവൻ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ആ ഒരു ബോംബ് എങ്ങനെയാണ് അവൻ തറക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബോംബിൽ ഒരു ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്റെ ഫോണിൽ നിന്നും അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കോൾ പോകുമ്പോൾ തന്നെ ആ ഒരു ബോംബ് പൊട്ടിത്തെറിക്കും. അങ്ങനെ എല്ലാം അവന്റെ പ്ലാൻ പോലെ തന്നെ നടന്നിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ആ ഒരു ഫംഗ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു പയ്യനാണെങ്കിലോ സ്റ്റേജിലേക്ക് നടന്നു വന്ന് എല്ലാവരുടെയും മുന്നിൽ സംസാരിക്കുന്നു. കാരണം ഇവൻ ഈ ഒരു സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവൻ ഈ ഒരു സ്കൂളിൽ അറിയപ്പെടുന്ന ഒരു പയ്യനാണ്. അങ്ങനെ ഇവ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു ബെഞ്ചിനടിയിലാണ് ബോംബുള്ളത്. അതുമല്ല ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഫോൺ എടുത്ത് അവൻ ഇങ്ങനെ നമ്പർ ഡയൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്കും അതിനോടൊപ്പം തന്നെ അവനും മരിക്കാം. അതാണിപ്പോൾ അവൻ ചെയ്യുന്ന പ്ലാൻ. അങ്ങനെ ആ ഒരു പയ്യൻ എന്താ ചെയ്യുന്നത്, നമ്പർ ഡയൽ ചെയ്ത് കോൾ ചെയ്യുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്, ബോംബ് പൊട്ടുന്നില്ല. എന്താണെന്ന് ഇവൻ ബെഞ്ചിനടിയിലേക്ക് നോക്കുമ്പോൾ ബോംബ് കാണാനില്ല. അങ്ങനെ എന്താണെന്ന് അറിയാൻ കഴിയാതെ ഇവൻ ആ ഒരു ഫോണും കൊണ്ട് ആകെ നിരാശനായിട്ട് വെളിയിലേക്ക് തന്നെ ഇറങ്ങി പോവാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ അവനെ വിളിക്കുന്നത്. അപ്പൊ അവൻ പെട്ടെന്ന് ഇവരെന്തിനാ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ എന്തോ പറ്റി, ആ ഒരു ബോംബ് പൊട്ടില്ല എന്നുള്ള ഒരു സംശയമല്ലേ. ഓക്കെ, അതൊക്കെ ഞാൻ പറയാം. അതിനു മുന്നേ നീ ഇന്നലെ ഒരു വീഡിയോ ലൈവായിട്ട് അപ്ലോഡ് ചെയ്തല്ലോ. അല്ല, ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിനക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടെ, വെറുതെ നിന്നെ കള്ളം പറയുന്നേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവരൊന്നും മനസ്സിലാവാതെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ഹീറോയിൻ മറ്റൊരു കഥ ഇങ്ങനെ പറയുന്നത്. എന്താ ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ, പറഞ്ഞുതരാം. നീ നിന്റെ അമ്മയെ കാണാനായിട്ട് ആ ഒരു കോളേജിലേക്ക് വന്നില്ലേ, സത്യത്തിൽ ആ ഒരു റൂമിൽ ഒരിക്കലും നിന്റെ അമ്മ ഉണ്ടായിരുന്നില്ല, പകരം അവിടെ ഇരുന്നത് ഞാനായിരുന്നു. സത്യത്തിൽ നീ അവിടെ വന്നത് ഞാൻ കണ്ടു, അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടിരുന്നു.
എന്ന് പറയുമ്പോഴത്തേക്കും സത്യത്തിൽ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു പയ്യൻ അവൻ നേരെ അവന്റെ അമ്മയുടെ ആ ഒരു റൂമിനകത്തേക്ക് പോയിട്ട് അവന് അവന്റെ അമ്മയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അതെടുത്ത് നോക്കി. അവൻ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും മറ്റൊരു ടീച്ചർ അവിടേക്ക് വരുന്നു. അപ്പൊ ആ ഒരു ടീച്ചറിന് ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് അല്ല ഇവരെവിടെയാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ടീച്ചർ പറയും, ഓ ഈ ഒരു ടീച്ചറോ, ഇവരിപ്പോ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് ഒരു ഹണിമൂണിനായിട്ട് പോയേക്കാണ് എന്നുള്ള കാര്യം പറയുന്നതും ഇത് കേട്ട അവൻ കരഞ്ഞുകൊണ്ടാണ് ആ ഒരു കോളേജിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നത്. അപ്പോൾ സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇതാണ്. പക്ഷെ ഇവൻ ആ ഒരു ലൈവിൽ വന്ന് പറഞ്ഞെന്താണ്, ഇവന്റെ അമ്മയെ കാണാനായിട്ട് ഇവൻ ചെന്നതും പിന്നീട് അവൻ ആ ഒരു തീരുമാനം മാറ്റി താൻ എന്തിന് തന്റെ അമ്മയെ കാണണം, അമ്മ വേണമെങ്കിൽ എന്നെ കാണട്ടെ എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണല്ലോ ഇവൻ തിരിച്ചു വന്നത് എന്നുള്ള കാര്യമാണ് ആ ഒരു ലൈവിൽ പറഞ്ഞത്. അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിൻ അവരോട് പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ഈ ഒരു കള്ളങ്ങളെല്ലാം പറയുന്നത്, സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ പോരെ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഓക്കെ നീ നിന്റെ അമ്മയായിട്ടുള്ള പ്രശ്നം അത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തീർക്കണം, അതിനു വേണ്ടിയിട്ട് നീ മറ്റുള്ളവരെ എന്തിനാ കൊല്ലുന്നേ, അതിനു വേണ്ടിയില്ല നീ എന്റെ മകളെ കൊന്നത്, അതുപോലെ ഇപ്പൊ ഈ ഒരു സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും നീ കൊല്ലാനും ശ്രമിക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ, നിന്റെ അമ്മ നിന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയല്ലേ, അല്ല നീ അത്രയും വലിയൊരു സൈക്കോണോ എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവനൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ കേട്ടുകൊണ്ടേ നിൽക്കാണ്. എന്നിട്ടാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഓക്കെ ഇനി നീ ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു, എന്താണെന്ന് കേൾക്കണോ, നീ കണ്ടുപിടിച്ച എല്ലാ കാര്യവും ഈ ഒരു ബോംബ് ഉൾപ്പെടെ എല്ലാം നിന്റെ അമ്മയെ ഇന്ന് രാവിലെ കണ്ടിട്ട് അവർക്ക് ഞാൻ കൊടുത്തിട്ട് വന്നതേ ഉള്ളൂ. ഇതെല്ലാം കണ്ട് നിന്റെ അമ്മ ഒരുപാട് സന്തോഷിച്ചു. അതേപോലെ തന്നെ നീ ആ ഒരു എക്സിബിഷൻ ചെയ്തിട്ട് ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ച് ന്യൂസ് പേപ്പറിലെല്ലാം വന്നല്ലോ, അത് നിന്റെ അമ്മയെ കാണിക്കുമ്പോൾ നിന്റെ അമ്മ ഒരുപാട് കരഞ്ഞിരുന്നു. ഇത്രയും നിന്നെ പറ്റി വളരെ അഭിമാനത്തോടെ സന്തോഷിച്ച നിന്റെ അമ്മയെ നീ ആ ഒരു ബോംബ് വെച്ച് കൊന്നലോടാ എന്നിങ്ങനെ ചോദിക്കുന്നതും നമ്മുടെ ഹീറോയിൻ നല്ലൊരു ചിരി ചിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആ ഒരു പയ്യനാണെങ്കിലോ അവന് സഹിക്കാൻ കഴിയുന്നില്ല. വേറെ ഒന്നുമല്ല, തന്റെ അമ്മ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും തിരിച്ച് തന്നെ കാണാൻ വരാൻ വേണ്ടിയിട്ടുമാണ് അവൻ ഈ ഒരു കാലം വരെയും ഓരോ കാര്യങ്ങളും ചെയ്ത് ഫേമസ് ആവാനായിട്ട് ശ്രമിച്ചത്. ഇപ്പൊ ആ ഒരു അമ്മയെ അവൻ തന്നെ കൊന്നു എന്നുള്ള ആ ഒരു കാര്യം അവൻ മനസ്സിലാക്കുന്നതും അവന്റെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവും, ഇതിലും വലിയൊരു റിവഞ്ച് അങ്ങനെ നമുക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ അവന്റെ അമ്മ മരിച്ച ആ ഒരു സ്ഥലത്തേക്ക് പോയതുപോലെ കാണിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഈ ഒരു ബോംബ് എങ്ങനെയാണ് പൊട്ടിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നു. അതൊരു വല്ലാത്ത സീനാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവള് നേരെ ഈ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ട് ഈ ഒരു സൈക്കോ പയ്യനെ കാണിക്കുന്നുണ്ട്. അവനിപ്പോ അങ്ങനെ കുനിഞ്ഞിരുന്ന് കരയുമ്പോഴത്തേക്കും ഹീറോയിൻ അടുത്തേക്ക് വന്ന് എന്റെ മകളെ കൊന്നതിന് ഇതിലും വലിയൊരു ശിക്ഷ നിനക്ക് ഇനി തരാനില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സത്യം പറയലോ, ഇതിലും വലിയൊരു റിവഞ്ച് ഇനി അവന്മാർക്ക് കൊടുക്കാനില്ല. നേരത്തെ മരിച്ച ആ ഒരു വട്ടുപയ്യനും പിന്നെ ഈ ഒരു പയ്യനും ഇങ്ങനെയുള്ള സൈക്കോകൾക്ക് ഇത് തന്നെ വേണം. എന്തായാലും എനിക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.